സൗകര്യപ്പെട്ടിട്ടില്ല. അതുകൊണ്ടാണ് ഞാനിപ്പോ ബദർ ബൈത്തിൽ നിന്നുള്ള ഏതാനും വരികൾ ചൊല്ലിയത്. എനിക്ക് 3-ാം തീയതി ഒരു അന്താരാഷ്ട്ര ഇസ്ലാമിക് സമ്മേളനത്തിന് പോകാൻ ഉള്ളത് കൊണ്ട് 3-ഉം 4-ഉം 5-ഉം തീയതിക്ക് ഏറ്റ പരിപാടികൾ എല്ലാം ഇന്ന് പകല് നടത്തിയിട്ടാണ് ഞാൻ വരുന്നത്. വടകര ജുമഅക്ക് പോയി, അതിനുശേഷം അവരുടെ ആസ്പത്രിയുടെ നവീകരിച്ച വാർഡ് ഉദ്ഘാടനം, അത് കഴിഞ്ഞ് പിന്നെ ഒരു കുറേ ഓടിയിട്ട് അനാഥ അഗതി മന്ദിരത്തിന്റെ വാർഷികം, അത് കഴിഞ്ഞിട്ട് ഒരു മദ്രസയുടെ ഉദ്ഘാടനം, ഇതെല്ലാം കഴിഞ്ഞ് റോട്ടിലാണെങ്കിൽ 1 ഇഞ്ച് സ്ഥലം വാഹനമില്ലാത്തത് ഇല്ല എന്ന് പറയണം. അത്രയും തിരക്ക് ഉള്ള റോഡ്. അൽഹംദുലില്ലാഹ് ഏതായാലും ഇവിടെ എത്തി. ഇനി കൂടുതൽ സംസാരിക്കുന്നില്ല. ഇത് ഒരു കുത്തുബ്ഖാനയുടെ ഉദ്ഘാടനവും റഈസുൽ ഉലമ സുലൈമാൻ ഉസ്താദിനെ ആദരിക്കലും കൂടിയാണ് ഈ സമ്മേളനം. കാരണം അഖീമുൽ ഉലമാഅ ഫഇന്നഹും സുറുജുദ് ദുനിയ വമസാബിഹുൽ ആഖിറ. ആലിമീങ്ങളെ നിങ്ങൾ ബഹുമാനിക്കണം, ഇക്റാം ചെയ്യണം. അവർ ദുനിയാവിലും ആഖിറത്തിലും വിളക്കുകളാകുന്നു എന്ന് ശരീഅത്ത് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്, ഇസ്ലാം നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. മഹാന്മാരെ ബഹുമാനിക്കൽ അത് ഇസ്ലാമിന്റെ ഒരു അവിഭാജ്യ ഘടകമാണ്. ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിശുദ്ധ മദീനയിലേക്ക് ചെന്നപ്പോൾ മദീനക്കാർ മുഴുവനും അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ജാഅ മുഹമ്മദ് അല്ലാഹു അക്ബർ ജാഅ റസൂലുള്ളാഹി ജാഅ നബിയുള്ളാഹി ജാഅ ഹബീബുള്ളാഹി എന്നിങ്ങനെ ചൊല്ലിക്കൊണ്ടു ആ ബീത്തുകൾ ആലപിച്ചു. ഉടനെ ചെറുപ്പക്കാരായ കുട്ടികൾ ത്വലഅൽ ബദ്റു ചൊല്ലിക്കൊണ്ട് സ്വീകരിച്ചു. സയ്യിദുനാ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ഇസ്ലാം മതം സ്വീകരിച്ചു വന്നപ്പോൾ സഹാബികൾ മഹാനവറുകളെ തക്ബീർ കൊണ്ട് സ്വീകരിച്ചത് താരീഖ് ദിമിഷ്കിൽ നമുക്ക് കാണാവുന്നതാണ്. ഒരു സംഭവത്തിൽ മധ്യസ്ഥം പറയാൻ വന്നപ്പോൾ സയ്യിദിക്കും, നിങ്ങളെ നേതാവ് അത് വരുന്നു, അദ്ദേഹത്തിന് വേണ്ടി എഴുന്നേറ്റ് നിന്ന് സ്വീകരിക്കുക എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പറഞ്ഞു. എങ്കിൽ ഉലമാവിനെ സ്വീകരിക്കലും ഉലമാവിനെ ആദരിക്കലും അത് തെറ്റായ കാര്യമല്ല, അത് ശറഅ് പഠിപ്പിച്ചിട്ടുള്ളതാണ് എന്ന് ഞാൻ സാന്ദർഭികമായി പറയട്ടെ. കുതുബ്ഖാന എന്തിനാണ്? അറിയാം നമുക്ക്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തഫഖഹു ഖബല അൻ തുസബ്ബദു
ഓ ജനങ്ങളെ, നിങ്ങൾക്ക് ലഭിക്കപ്പെടുന്നതിന് മുമ്പ് നിങ്ങൾ പഠിക്കുക എന്ന് പറഞ്ഞ ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് ഉടനെ തന്നെ ഇമാം ബുഖാരി തങ്ങൾ പറഞ്ഞു, ഐ വബഅദ അൻ തുസബ്ബദു, നിങ്ങൾക്ക് അധികാരം കിട്ടിയാലും നേതൃത്വം കയ്യിൽ വന്നാലും നിങ്ങൾ പഠിപ്പ് നിർത്തിക്കളി കിട്ടും, അന്ന് പഠിക്കും പറഞ്ഞ ഹദീസിന്റെ അർത്ഥമുള്ളൂ. അപ്പോൾ എൽമുള്ളവർക്ക് എപ്പോഴും ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കണം, കിതാബുകൾ നോക്കണം. എന്നാൽ എൽമുകൾ ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കും. അതിനു വേണ്ടിയാണ് കുത്തുബഖാന ഉണ്ടാക്കിയത്. ഏതായിരുന്നാലും ഈ കുത്തുബഖാന സുലൈമാൻ ഉസ്താദിന്റെ സ്വീകരണവും എല്ലാം മടങ്ങുന്നത് ബഹ്റുൽ ഉലൂം ശൈഖുൽ മശായിഖ് ഉസ്താദുൽ അസാതീർ സൈനുദ്ദീൻ ബിൻ അലി ഹസൻ അൽ മഖ്ദൂമി റളിയല്ലാഹു അൻഹു തങ്ങൾ ഉസ്താദ് അവറുകളിലേക്കാണ്. എന്റെ ഉസ്താദാണ്, സുലൈമാൻ ഉസ്താദിന്റെ ഉസ്താദാണ്. കേരളത്തിലെ നിരവധി വലിയ വലിയ ആലിമീങ്ങളുടെ ഉസ്താദായിരുന്നു. ഓക്കെ ഉസ്താദ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ ഇൽമിന്റെ വെളിച്ചമല്ലേ ഇന്നിങ്ങനെ കാണുന്നത്. അത് അവിടുത്തെ വഫാത്തിന് ശേഷം കാണണം. ഇനി ഞങ്ങളെല്ലാം പോയാലും കാണണം. അങ്ങനെ കേരളത്തിലും കേരളത്തിന്റെ പുറത്തും ഇൽമിന്റെ വെളിച്ചം ഇവിടെ നടക്കണം. അതാണ് നമ്മുടെ ലക്ഷ്യം. നമ്മൾ വേറെ വിളിക്കും, പക്ഷെ ഞാൻ ഇൽമിന്റെയും ഉലമാവിന്റെയും ഖാദിമാണ്. അല്ലാഹു തആല നമ്മുടെ ഉസ്താദുമാരുടെ പൊരുത്തം കൊണ്ട് അതിന് തൗഫീഖ് തന്നിട്ടുണ്ട്. 53 വർഷമായി സാധുവായ ഞാൻ സഹീഹുൽ ബുഖാരി വിടാതെ ദർസ് നടത്തുന്നു. ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് നടത്തിയിട്ടില്ല, ഇന്നലെയും നടത്തി. അള്ളാഹുവിന്റെ തൗഫീഖ്, അള്ളാഹുവിന്റെ തൗഫീഖ്, അവന്റെ ഉദാരമായ സഹായം, അത് നമ്മുടെ ഉസ്താദുമാരുടെ ബർക്കത്ത് കൊണ്ട് നമുക്ക് ലഭിക്കുകയാണ്. അതെവിടെ പോയാലും ദർസ് നടത്താനുള്ള ഹദ്ദ് പടച്ചവൻ തന്നു. 3-ാം തീയതി മലേഷ്യയിൽ അന്താരാഷ്ട്ര ഇസ്ലാമിക് സമ്മേളനത്തിന് പോകുന്നു. അവിടെ 4ഉം 5ഉം 6ഉം ബുഖാരി ദർസാണ് കാര്യമായി. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇൽമിന് ഖിദ്മത്ത് ചെയ്യാൻ സാധുക്കളായ നമുക്ക് തൗഫീഖ് തരുന്നത് നമ്മുടെ ഉലമാഇന്റെ പൊരുത്തം, നമ്മുടെ ഉസ്താദുമാരുടെ പൊരുത്തം. ആ പൊരുത്തത്തിലായി ജീവിക്കുന്ന നല്ലവരായി നമ്മൾ വളരണം. അതാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഇവിടെ പഠിപ്പിക്കുന്നത്. സമസ്ത കർണാടക സ്റ്റേറ്റിൽ ഗവൺമെന്റ് അവിടെയുള്ള എല്ലാ കക്ഷികളെയും വേർതിരിച്ചിട്ട് കണക്കെടുക്കുന്നത്. കണക്കെടുക്കുമ്പോ 80 പാർട്ടിയായി വലപ്പം മംഗലാപുരത്ത് 73 പാർട്ടിയാണ് നടത്തിയതിലുള്ളത്. അവിടെ 80 പാർട്ടി ഉണ്ട് ഗവൺമെന്റിന്റെ കണക്കിൽ. അപ്പൊ ഈ 80 പാർട്ടിയിൽ കണക്കിൽ അവിടുത്തെ മുഖ്യമന്ത്രി കണ്ടതാണല്ലോ SSFന്റെ പേരിൽ കർണാടക യാത്ര നടത്തി അവിടുത്തെ മൈതാനിയിൽ മംഗലാപുരത്ത് വന്ന് സമാപിച്ച സമയത്ത് കണ്ണുകൊണ്ട് നോക്കിയാലെത്താത്ത
അത്രയും ജനങ്ങൾ സുന്നികൾ അവിടെ ഒരുമിച്ച് കൂടിയതാണല്ലോ. എഫ് എന്നതിന്റെ ചുരുക്കം. ഈ ചുരുക്കത്തിന്റെ ഫുൾ ഫോം എന്താണെന്ന് മുഖ്യമന്ത്രി അവിടെ വെച്ച് ചോദിച്ചു. അപ്പൊ സുന്നി സ്റ്റുഡൻസ് ഫെഡറേഷൻ എന്ന് സുന്നി എന്ന് പറഞ്ഞു കൊടുത്തു. അപ്പൊ ഇതെല്ലാം സുന്നികളാണല്ലേ എന്ന് മുഖ്യമന്ത്രി ചോദിച്ചു. അങ്ങനെ അത്രയും വലിയ ഒരു ജനസമൂഹം സുന്നികളുണ്ട് എന്ന് മനസ്സിലാക്കിയ മുഖ്യമന്ത്രി അപ്പൊ കണക്കെടുക്കുന്നത്. അപ്പൊ ഇവരോ കൂട്ടരെപ്പം നിർദ്ദേശം കൊടുത്തിരിക്കാം, നിങ്ങൾ സമത്രം എന്ന് പറഞ്ഞാൽ പോലെ സുന്നി എന്ന് എഴുതി കൊടുക്കണമെന്ന്. മറ്റെല്ലാ സ്ഥലത്തും സമത്വ വിശദീകരണം എന്ന് പറഞ്ഞിട്ട് നടന്നിട്ട് എന്ത് സമത്വ വിശദീകരണം? സമത്വ വിശദീകരണം ആയാലും നിങ്ങളെ ദൈവത്തോടെയല്ല. സമത്വ വിശദീകരണം ചീത്ത പറയലാണോ? ഏത് സമസ്തയാണത് പഠിപ്പിച്ചത്? നാം പറയുന്നത് സമസ്ത കേരള ജമിയത്തുൽ ഉലമ, ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ കുതുബി മുഹമ്മദ് മുസ്ലിയാർ തങ്ങളവറുകളും അബുസ്സഅദാത്ത് അഹമ്മദ് കോയ ശാലിയാത്തി തങ്ങളവറുകളും എല്ലാം ഇവിടെ ഉപദേശിച്ചിട്ടുള്ള സമസ്ത കേരള ജമിയത്തുൽ ഉലമ സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഇവിടെ പഠിപ്പിച്ചത് ബിദ്അത്തുകാരെ നിർമ്മാർജ്ജനം ചെയ്യണമെന്നാണ്. ബിദ്അത്തുകാരൻ വരുമ്പോൾ അവന്റെ ബിദ്അത്ത് ജനങ്ങൾക്ക് തുറന്നു കാണിച്ചു കൊടുക്കണം. ഇത് ബിദ്അത്താണ്, നിങ്ങൾ അതിലേക്ക് പോകാൻ പാടില്ല എന്ന് ജനങ്ങളോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നതിന് പകരം ഇവിടെ ഞങ്ങളെ ചീത്ത പറയാൻ വേണ്ടി ഏത് ബിദ്അത്തുകാരനെയും കൂട്ടുപിടിച്ചുകൊണ്ട് ഇവിടെ സംഘടിപ്പിക്കുന്ന ഇതാണോ സഹോദരങ്ങളെ സമസ്തയുടെ നയം? ഇത് ഏത് സമസ്തയാണ് നിങ്ങൾ ആലോചിച്ചു നോക്ക്. ഇപ്പോൾ മർക്കസ് തഖാഫത്ത് സുന്നിയ 22,000-ലധികം കുട്ടികൾ അവിടെ പഠിക്കുന്നു. എന്നിട്ട് സ്ഥലം മതിയാകാത്തത് കൊണ്ട് ഞങ്ങൾ അത് വിശാലമാക്കാൻ കുറെ സ്ഥലങ്ങൾ വാങ്ങി ആ സ്ഥലത്ത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരംഭിക്കാൻ തുടങ്ങിയപ്പോൾ ഇവർ ആരുമറിയാതെ ഒരു രേഖയുമില്ലാതെ കോടതിയിൽ ചെന്ന് കടലിന് തീപിടിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാലും സ്റ്റേ കൊടുക്കുന്ന കോടതി ആ കോടതിയിൽ ചെന്നുകൊണ്ട് സ്റ്റേ വാങ്ങി. അൽഹംദുലില്ലാഹ് കോടതിക്ക് ബോധ്യപ്പെട്ടു ആ കേസ് 90% സ്റ്റേ ചെയ്തു. ഒരു 10% ചില അന്വേഷണങ്ങൾ വെച്ചിട്ടുണ്ട്, അതുകൂടി കൊടുക്കേണ്ടത്. നിങ്ങൾ മനസ്സിലാക്കണം ശരിക്ക്. ഇത് എന്നോടുള്ള വിരോധം തീർക്കാൻ ഈ രാജ്യത്തെ 10,000-കണക്കിന് വിദ്യാർത്ഥികൾ, യതീം മക്കൾ, പാവപ്പെട്ട അഗതികൾ അവർ പഠിക്കുന്ന സ്ഥാപനത്തെ സ്റ്റേ ചെയ്യണമെന്ന് പറഞ്ഞാൽ അതിന് ഈ പൊതുജനങ്ങളെ കാശ് പിരിച്ചിട്ട് കൊടുക്കുന്ന ഈ സമസ്തയാണോ സമസ്ത? മറുപടി പറയണം. വ്യക്തമായ തെളിവ് ഞങ്ങൾ തരാം. നിങ്ങൾ സമസ്ത പൊതുജനങ്ങളോട് പിരിച്ചെടുത്ത പണം കൊണ്ട് സമസ്തയാണ് ഈ കേസ് ഉണ്ടാക്കിയത്, ഈ നിങ്ങളാണ് സ്റ്റേ വാങ്ങിയത് എന്ന് ഞങ്ങൾ രേഖാമൂലം തെളിയിച്ചു തരാം. ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, ഇത് ഇസ്ലാമാണോ? ഇത് ഇസ്ലാം മതമാണോ? നിങ്ങൾക്ക് നിങ്ങളുടെ സംഘടനയുമായി നടക്കാം. ഞങ്ങൾ അങ്ങോട്ട് കയറി വരുന്നില്ല. ഞങ്ങൾ സംഘടനയുമായി നടക്കും. സമസ്ത കേരള ജമിയത്തുൽ ഉലമ ആരുടേതാണെന്ന് ഇന്ന് വരെ തീരുമാനമായിട്ടില്ല. അത് കോടതിയിലിരിക്കുകയാണ്. ഞങ്ങളും അവരും തമ്മിൽ കേസ് നടക്കുന്നു.
സമസ്ത കേരള ജമിയത്തുൽ ഉലമ ആരുടേതാണ്, ആരാണതിന്റെ യഥാർത്ഥ അവകാശിയെന്ന് കോടതി തീരുമാനമായിട്ടില്ല. യഥാർത്ഥത്തിൽ 6000-ഓളം പണ്ഡിതന്മാരെ വിളിച്ചു ജനറൽ ബോർഡിൽ ചേർന്ന് ബഹുമാനപ്പെട്ട താജുൽ ഉലമ തങ്ങളവരുകളെ പ്രസിഡന്റായി പുനഃസംഘടിപ്പിക്കപ്പെട്ടതാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ. അതാണ് സത്യം. ഇനി പോകട്ടെ, അവരുടേതാണ് എന്ന് പറയുന്നുവെങ്കിൽ അത് കോടതിയിലിരിക്കുകയല്ലേ. ഇനി നിങ്ങൾ സമസ്ത എന്ന് പറഞ്ഞിട്ട് നടന്നാൽ ആ സമസ്ത അതിൽ ബുദ്ധിയുള്ളവരുണ്ടെങ്കിൽ അവർ ചിന്തിക്കട്ടെ, ഈ ഇൽമു മടക്കാൻ നടക്കുന്നത് സമസ്തയുടെ ലക്ഷ്യമാണോ? പൊതുജനങ്ങളോട് പണം പിരിച്ച് പൊതുഖജനാവിൽ നിന്ന് കാശെടുത്ത് വിദ്യാഭ്യാസം മുടക്കലാണോ ഇസ്ലാം? അതാണോ സമസ്ത? വളരെ നിഷ്പക്ഷമായി ജനങ്ങളെ നിങ്ങൾ ചിന്തിക്കണം. എന്തൊരു സമസ്തയാണിത്? ഏതായാലും ഞങ്ങൾ ഇത് പറയേണ്ടി വന്നത് വളരെയധികം ഖേദമുണ്ട്. എങ്കിലും സഹോദരങ്ങളെ, എന്തൊരു അത്ഭുതമാണ്. ഞങ്ങളുണ്ടാക്കിയ സ്ഥാപനത്തിൽ നിങ്ങളെ മരിക്കുന്നുണ്ട്. കലയിൽ തന്നുള്ള മഴതൽ അവിടെ എത്ര മക്കൾ പഠിക്കുന്നുണ്ട്? പിന്നെ ജില്ലയിൽ എത്ര പഠിക്കുന്നുണ്ട്? എല്ലാ സ്ഥലത്തും നിങ്ങൾ മക്കൾ പഠിക്കുന്നില്ലേ? പിന്നെ എന്തിനാണ് ഈ പഠിക്കുന്ന സ്ഥാപനത്തെ മുടക്കാനും അതിനെ സ്റ്റേയാക്കാനും നടക്കുന്നത്? നിങ്ങൾ ആലോചിച്ചു നോക്കൂ. അപ്പോൾ ഇവർ ഇസ്ലാമിന്റെ കഠിന വിരോധികളായി ഇവിടെ നടക്കുന്ന ഒരു പാർട്ടി എന്നല്ലാതെ എന്താണ് അവർക്ക് പേര് പറയാൻ അധികാരം? ഇത് ജനങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്, ബുദ്ധിയുള്ള ജനങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. ഞങ്ങൾക്ക് കുറെ ബുദ്ധിമുട്ട് വരുന്നു, അത് സാരമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെയാണ് വെച്ചിട്ടുള്ളത് എന്ന് കരുതി ഞങ്ങൾ ക്ഷമിക്കുന്നു. എല്ലാ വകദാലിക ജഅൽനാ ലികുല്ലി നബിയ്യിൻ അദുവൻ, ഖുർആൻ തന്നെ പഠിപ്പിക്കുന്നു, എല്ലാ നബിമാർക്കും ശത്രുക്കളുണ്ട്. ആരാണ് ശത്രുക്കൾ? ശയാത്തീനൽ ഇൻസി വൽ ജിന്നി. ഇവിടെ മനുഷ്യനെ മുന്തിച്ചത് ജിന്നത്തി വന്നാസിന്ന്, ജിന്നിൽപ്പെട്ട ശൈത്താന് മനുഷ്യന്മാർ അവിടെ ജിന്നിനാ മുന്തിച്ചത്. ഇവിടെ മുന്തിച്ചത് ശത്രുക്കളായി അമ്പിയാക്കൾക്കും ഔലിയാക്കൾക്കും ദീനിനും ശത്രുക്കളായി വരുന്നത് ശയാത്തീനൽ ഇൻസി വൽ ജിന്നി, മനുഷ്യ ശൈത്താനും ജിന്ന് ശൈത്താനും. ഞാൻ ശൈത്താൻ വിട്ടല്ല കേട്ടോ, അല്ലാഹു തആല ഖുർആനിൽ പറഞ്ഞ ആ പദം ഞാൻ ഓതിയതാ. وكذلك جعلنا لكل نبي عدوا شياطين الإنس والجن. മനുഷ്യ ശൈത്താനും ജിന്ന് ശൈത്താനും അല്ലാഹു സുബ്ഹാനഹു വ തആല അമ്പിയാക്കൾക്ക് വെച്ചിട്ടുണ്ട് എന്ന്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ ശത്രുക്കൾ ഉണ്ടാകും. ആ സമയത്ത് നമ്മൾ ക്ഷമിക്കണം. നമ്മൾ ചീത്ത പറയാൻ പോകലല്ല, നമ്മൾ തെറി പറയാൻ പോകലല്ല, നമ്മൾ ആക്ഷേപിക്കാൻ പോകലല്ല. വസ്തുനിഷ്ഠമായി കാര്യങ്ങൾ മനസ്സിലാക്കി ഇവിടെ പ്രവർത്തിക്കണം. എന്താണ് ഇതിന്റെ അർത്ഥം? എന്തിനാണ് ഈ ധാരാളം മുസ്ലിം ലീഗുകാരുള്ള സ്ഥലമല്ലേ ഇത്? എന്നിട്ട് ഇവര് പറയാണ് ഞങ്ങൾക്ക് ഞങ്ങളുടെ ഈ അക്രമങ്ങൾക്കൊക്കെ മുസ്ലിം ലീഗ് കൂട്ടുനിൽക്കുന്നുണ്ട്, മുസ്ലിം ലീഗ് ഞങ്ങൾക്ക് സഹായിക്കുന്നുണ്ട് എന്ന്. നിങ്ങൾ കേട്ടതല്ലേ? ഞാൻ പറയുന്നു, ബുദ്ധിയുള്ള ഒരൊറ്റ മുസ്ലിം ലീഗ് കാരണം ഇതിന് സഹായിക്കൂല. ഇനി അഥവാ അങ്ങനെ സഹായിക്കുന്ന ഒരു ലീഗാണോ ഇവിടെ ഉണ്ടാകുന്നതെങ്കിൽ പിന്നെ അവരെ അഡ്രസ് ഇട്ടുണ്ടാവുകയില്ല.
മുസ്ലിം ലീഗാണ് ഈ അക്രമത്തിന് കൂട്ടു നിൽക്കുക. പരസ്യമായി ഇവിടെ പറഞ്ഞതാ, ഞങ്ങൾക്ക് മുസ്ലിം ലീഗിന്റെ കൂട്ടുകിട്ടുണ്ട്. അത് ബുദ്ധിയുള്ള ഒരു മുസ്ലിം ലീഗുകാരനും നിൽക്കൂല. അങ്ങനെ നിന്നാൽ അവർക്ക് അഡ്രസ് ഉണ്ടാവില്ല എന്ന് അവർക്ക് തന്നെ അറിയാം. അതുകൊണ്ട് ഇതൊന്നും ഈ രാഷ്ട്രീയത്തിലേക്ക് വലിച്ചു കൊണ്ടുപോകണ്ട. രാഷ്ട്രീയത്തിലേക്ക് വലിച്ചു കൊണ്ടുപോകണ്ട. ഈ കാണുന്ന ജനങ്ങളിൽ എത്ര മുസ്ലിം ലീഗുകാരുണ്ട്, എത്ര കോൺഗ്രസുകാരുണ്ട്, എത്ര മറ്റ് പാർട്ടിക്കാരുണ്ട്. അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിനെ പ്രിയം വെക്കുന്നവർ എല്ലാം ഉലമാവിന്റെ പിന്നിൽ അണിനിരക്കുന്നു. വോട്ട് വരുന്ന സമയത്ത് ഇഷ്ടമുള്ള പാർട്ടിക്ക് വോട്ട് ചെയ്യുന്നു. അതല്ലാതെ ഞങ്ങളിവിടെ വോട്ട് ചോദിക്കാൻ പോയിട്ടില്ല. ഇന്നുവരെയും വോട്ട് ചോദിക്കാൻ പോയിട്ടില്ല. ഞങ്ങളെ സുലൈമാൻ ഉസ്താദിനെ സ്ഥാനാർത്ഥിയാക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അതുകൊണ്ട് ഞങ്ങളിവിടെ സ്ഥാനാർത്ഥിത്വത്തിന് വേണ്ടിയോ ഭൗതികമായ നേട്ടത്തിന് വേണ്ടിയോ ഒന്നുമല്ല, മറിച്ച് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ ആശയം ഇവിടെ നിലനിൽക്കണം. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വെറും ഒരു കേവല സാധാരണ മനുഷ്യനാണ് എന്ന് പറയുന്ന പ്രധാനത്തെ തലയിൽ പേരി നടക്കാൻ നമുക്ക് പറ്റില്ല കേട്ടോ. മുഹമ്മദുൽ അശ്റഫുൽ അഅറാബി വൽ അജമി, അശ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എല്ലാവരെക്കാളും അശ്റഫാണ്. ആ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, അതാണ് നമ്മുടെ ലക്ഷ്യം. ആ നബി തങ്ങളിലൂടെ, അവിടുത്തെ അസ്ഹാബ് ബദറിലൂടെ, സഹാബത്തിലൂടെ, മഹാന്മാരായ ആളുകളിലൂടെ അല്ലാഹുവിലേക്ക് അടുക്കാൻ നമുക്ക് കഴിയണം. അങ്ങനെ വരുമ്പോൾ എന്റെ സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകരോട് ഞാൻ പറയുന്നു, വമൻ തകും ബിറസൂലില്ലാഹി റസൂലുഹു ഇൻ തൽഖഹുൽ ഉസ്ദു ഫീ അജബിഹാ തജ്മീ. ഏത് സ്റ്റേ വരുന്ന സമയത്തും, ഏത് ആരോപണം വരുന്ന സമയത്തും ഞാൻ ഈ ബൈത്താണ് ഓർക്കാറുള്ളത്. അല്ലാഹുവിന്റെ ഹബീബിലൂടെ നിനക്ക് സഹായം ലഭിക്കുന്ന പക്ഷം തീർച്ചയായും നിന്നിലേക്ക് വലിയ കരടിയും പുലിയും ചാടി വന്നാലും ഒരിക്കലും അപകടം വരില്ല, ഒരിക്കലും പരാജയപ്പെടില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ, നബി തങ്ങളെ മധുര പറയുക, നബി തങ്ങളെ പ്രകീർത്തിക്കുക, നബി തങ്ങളെ പ്രശംസിക്കുക, നബി തങ്ങളെ മേൽ സ്വലാത്തിനെ വർദ്ധിപ്പിക്കുക. അതാണ് സുന്നത്ത് ജമാഅത്ത്. മുബ്തദീങ്ങളോട്, ബിദ്അത്തിന്റെ ആളുകളോട് യാതൊരു ബന്ധവുമില്ലാത്ത നിലക്ക് സുന്നത്ത് ജമാഅത്തിനെ വളർത്തിയെടുക്കാൻ ഒറ്റക്കെട്ടായി പ്രവർത്തിക്കുക. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സലക്കുകൾ അവസാനിപ്പിക്കട്ടെ. സഹീഹുൽ ബുഖാരിയിൽ ഒരു അധ്യായം കാണാം. ബാബുൽ ലികുല്ലി നബിയ്യിൻ ദഅവത്തുൻ മുസ്തജാബ. ഓ മുതഅല്ലിമീങ്ങളെ, സഹോദരങ്ങളെ, നിങ്ങൾ ചിന്തിക്കണം. ഇമാം ബുഖാരി പ്രത്യേകം ഒരു അധ്യായമായി കൊണ്ടുവന്നു പറഞ്ഞു. സഹീഹുൽ ബുഖാരിയുടെ ഹദീസ് എന്താണ്? ലികുല്ലി നബിയ്യിൻ ദഅവത്തുൻ മുസ്തജാബ. അല്ലാഹുവിന്റെ അമ്പിയാക്കൾക്ക് അല്ലാഹു സ്പെഷ്യൽ ദുആ കൊടുത്തിട്ടുണ്ട്. അത് ഉത്തരം കിട്ടാതിരിക്കൂല. ഇതിന് ഉത്തരം തന്നേ പറ്റൂ. ഇത് സ്പെഷ്യലായ ദുആയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ചോദിച്ചാൽ അല്ലാഹു തആല കൊടുക്കുക തന്നെ ചെയ്യും. അല്ലാത്ത ദുആയും അതിലെ പലതും ഉണ്ട്. എന്നാൽ ഈ മുസ്തജാബത്തായ ദുആ ഉറപ്പായി
എന്റെ മുൻഗാമികൾ മുഴുവനും അവരുടെ നഫ്സിന് വേണ്ടി ഉപയോഗിച്ചു പോയി. എന്ത് അല്ലാഹുവിന്റെ ഹബീബ് പറയുന്നു, ആ ദുആകളൊക്കെ അവരുടെ സ്വന്തം ആവശ്യത്തിന് വേണ്ടി ഉപയോഗിച്ചു പോയി. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ തീയിലിട്ടപ്പോൾ അവിടെ വച്ചിട്ട് സ്വന്തം നഫ്സിന് വേണ്ടി ദുആ ചെയ്തു ഔലിയത്തോടുള്ള സമയത്ത്. അതുപോലെ വ്യഭിചാര ആരോപണം വന്നപ്പോൾ പലപ്പോഴും സ്വന്തം നഫ്സിന് വേണ്ടി അവരുടെ ദുആ ഉപയോഗിച്ചു പോയി. ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, വഖദ് ഖത്തബതു ദഅവതി ശഫാഅത്തൻ ലിഉമ്മതി, വഖദ് ഖത്തബതു ദഅവതി ശഫാഅത്തൻ ലിഉമ്മതി. എനിക്ക് അല്ലാഹു തന്ന സ്പെഷ്യൽ ദുആ എന്റെ ഉമ്മത്തുകൾക്ക് ശഫാഅത്ത് ചെയ്യാൻ ഞാൻ നിർത്തിവച്ചിരിക്കുന്നു. എനിക്ക് എന്തെന്ത് പ്രതിസന്ധി ഘട്ടമുണ്ടായിട്ടും ആ സമയത്തൊന്നും ഈ സ്പെഷ്യൽ ദുആ ഞാൻ ഉപയോഗിച്ചിട്ടില്ല. എന്റെ ഭാര്യന്റെ പേരിൽ ഖദഹ് പറഞ്ഞപ്പോൾ ഞാൻ ഉപയോഗിച്ചിട്ടില്ല. ഉഹദ് യുദ്ധത്തിൽ പല്ല് പൊട്ടിയപ്പോൾ ഉപയോഗിച്ചിട്ടില്ല. മറ്റൊരു ഘട്ടത്തിലും ഉപയോഗിച്ചില്ല. മറിച്ച് എന്റെ ഉമ്മത്തുകൾക്ക് ശഫാഅത്ത് ചെയ്യാൻ നിർത്തിവച്ചിരിക്കുന്നു. ഹുവൽ ഹബീബുല്ലദീ തുർജാ ശഫാഅത്തുഹു ലികുല്ലി ഹൗലിൻ മിനൽ അഹ്വാലി മുഖ്തഹിദി. ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ ശഫാഅത്ത് നമുക്ക് വേണം. അത് ദുനിയാവിലും വേണം, ആഖിറത്തിലും വേണം, ഉറക്കത്തിലും വേണം, ഉണർച്ചയിലും വേണം, യാത്രയിലും വേണം, നാട്ടിലും വേണം. എല്ലാ വിഷമങ്ങളുടെ സമയത്തും അവരുടെ ദുആ, അവിടുത്തെ ശഫാഅത്ത് നമുക്ക് വേണം. അതുകൊണ്ട് തന്നെ ആ ശഫാഅത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആലയോടുള്ള ശഫാഅത്ത് ചെയ്യാനായി ആഖിറത്തിലെ പ്രത്യേക ശഫാഅത്തിന് വേണ്ടി അവിടുന്ന് നിർത്തിവെച്ചു. ഹബീബായ റസൂലുള്ളാഹ് സാധുക്കളായ ഞങ്ങൾക്ക് അവിടുന്ന് ശഫാഅത്ത് ചെയ്യണം. യാ റസൂലല്ലാഹ്, യാ റസൂലല്ലാഹ്, ഞങ്ങൾക്ക് ശഫാഅത്ത് ചെയ്യണം, ഞങ്ങളെ രക്ഷപ്പെടുത്തണം, ഞങ്ങളെ ഒരിക്കലും മറന്നു പോകരുത്. യാ റസൂലല്ലാഹ്, ഇന്നാ നസ്തശ്ഫിഉ ബിക ലിതുഖ്ലാ ഹവായിജനാ വതുഗ്ഫറ ദുനൂബനാ ഫശ്ഫഅ ലനാ ഇൻദല്ലാഹി യാ റസൂലല്ലാഹ്. اللهم شفعه فينا يا أرحم الراحمين. الشفاعة هب لنا في القيامة مشفقا وار لنا الله يا سيدي خير النبي، يا سيدي خير النبي، يا سيدي خير النبي. അൽഹംദുലില്ലാഹ്, അർഹമുറാഹിമായ റബ്ബേ, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശഫാഅത്ത് ഞങ്ങൾക്ക് നീ പ്രദാനം ചെയ്യണം റഹ്മാനേ. ഞങ്ങളുടെ മാതാപിതാക്കൾക്കും ഉസ്താദുമാർക്കും ശിഷ്യന്മാർക്കും ഭാര്യ സന്താനങ്ങൾക്കും ഞങ്ങളുടെ മുതഅല്ലിമീങ്ങൾക്കും ഞങ്ങളുടെ പ്രിയക്കാർക്കും ഞങ്ങളെ സഹായിക്കുന്നവർക്കും എല്ലാവർക്കും റസൂലുള്ളാഹിന്റെ ശഫാഅത്ത് നീ എപ്പോഴും നൽകണേ അല്ലാഹ്. ഞങ്ങൾ ദോഷങ്ങളൊക്കെ പുറത്തു തരണേ. അവരെ പ്രിയം വെക്കുന്നവരിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ റഹ്മാനേ. ഞങ്ങളുടെ സർവ്വരോഗങ്ങളും ശിഫയാക്കി തരണം റഹ്മാനേ. സുലൈമാൻ ഉസ്താദിന്റെ രോഗവും ഞങ്ങളുടെ എല്ലാവരുടെ രോഗവും നീ ശിഫയാക്കി തരണം റഹ്മാനേ. നീ ശിഫയാക്കി തരണം റഹ്മാനേ.
ഞങ്ങളിൽ നിന്ന് മരിച്ചുപോയ മഹാന്മാർ അവരെ എല്ലാവരെയും ദോഷങ്ങൾ പുറത്ത് അവർക്ക് വെറുതനെ ഏറ്റിക്കൊടുക്കണം റഹ്മാനേ. ഞങ്ങളെ സഹായിക്കുന്ന ധാരാളം ആളുകളുണ്ട്, അവർക്കൊക്കെ നീ സഹായം നൽകണം റഹ്മാനേ. ഈ ആലിമീങ്ങൾക്ക് ഇരിക്കാനുള്ള സ്റ്റേജ് ഒരു വ്യക്തി കൊടുത്തതാണെന്ന് പറഞ്ഞു അല്ലാഹുവേ, അദ്ദേഹത്തിന് നീ ബർക്കത്ത് ചെയ്യണം റഹ്മാനേ, ആഫിയത്ത് കൊടുക്കണം റഹ്മാനേ. ഈ സ്ഥലം അനുവദിച്ചു തന്നിട്ടുള്ള വ്യക്തികൾക്ക് നീ പ്രത്യേകമായി ബർക്കത്ത് ചെയ്യണം റഹ്മാനേ. കുതുബ്ഖാന ഉണ്ടാക്കാൻ സഹായിച്ചിട്ടുള്ളവർക്ക് നീ സഹായിക്കണം റഹ്മാനേ. മുതഅല്ലിമീങ്ങൾക്കൊക്കെ നാഫിയായ ഇൽമിനെ ഏറ്റിത്തരണം റഹ്മാനേ. പരീക്ഷയ്ക്കിരുന്ന് പരീക്ഷ എഴുതിയിട്ടുള്ള കുട്ടികളൊക്കെ ഇനിയും ജയിക്കാനുള്ളവരൊക്കെ ജയിപ്പിക്കണം റഹ്മാനേ. ഉഹ്റവിയായ മുതഅല്ലിമീങ്ങളുടെ കൂട്ടത്തിൽ ഞങ്ങളെ നീ പെടുത്തണം റഹ്മാനേ. ഞങ്ങളുടെ സർവ്വ ഹലാലായ മുറാദുകളും നീ ഹാസിലാക്കി തരണം റഹ്മാനേ. സ്വഹാബുൽ ബദറിന്റെ സഹായം ഞങ്ങളിലേക്ക് ഉണ്ടാവണം റഹ്മാനേ. ഇൻഷാ അല്ലാഹ് നാളെ ബദരീങ്ങളെ പോലീസ പറഞ്ഞുകൊണ്ട് അവരുടെ മഹത്വം നിങ്ങളാൽ കേൾക്കാത്ത വിധത്തിൽ ഉള്ള മഹത്വം ഇൻഷാ അല്ലാഹ് കുറ്റാളൂരിൽ വെച്ച് ഞാൻ സംസാരിക്കും. അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. ആ പരിപാടിക്ക് നിങ്ങളെല്ലാവരും എല്ലാവരെയും കൂടിയായി ക്ഷണിക്കുന്നു. നിങ്ങളെല്ലാവരും വരണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ.